ഫരീസയൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏത് മനോഭാവം സ്വീകരിക്കണമെന്ന് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗം. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. ഈ നീതിമാന്മാരാണെന്ന് കരുതുന്നവർക്ക് 3 ചിന്താഗതി ഉണ്ടാവാറുണ്ട്. ഒന്ന്, തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണ എപ്പോഴും ഉണ്ടാവുന്നു. തങ്ങളിൽ തന്നെ ആശ്രയിക്കുവാനുള്ള ഒരു വലിയ ഇഷ്ടം അവർക്കുണ്ടാവാറുണ്ട്. മറ്റുള്ളവരെ പുച്ഛിക്കുവാനായിട്ട് അവർ പരമാവധി ശ്രമിക്കുന്നുമൊക്കെയുണ്ട്. ഒന്നാമത്തേത്, തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണ. ഇത് എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഭൂമിയിൽ ഇന്ന് വരെ കണ്ടുമുട്ടിയ എല്ലാ മനുഷ്യരോടും നീതി പുലർത്തുവാൻ നിനക്കായോ? വേണ്ട. നിന്റെ കൂടെ ഒരേ മേൽക്കൂരയ്ക്ക് കീഴെ കഴിയുന്നവരോടെങ്കിലും നീതി പുലർത്തുവാനായിട്ട് നിനക്കാവുന്നുണ്ടോ? ദൈവത്തോടുള്ള നീതിയെക്കുറിച്ച് നാം ചോദിക്കേണ്ടല്ലോ. ഇപ്പം നീതിമാന്മാരാണെന്ന് പറയുമ്പോൾ ധരിക്കുമ്പോൾ ഒരുപാടിടങ്ങളിൽ നാം ഇപ്പോഴും ഇനിയും നീതി കൊടുക്കുവാനായിട്ട് പരാജയപ്പെട്ടവരാണെന്നൊരു ബോധ്യമുണ്ടാവണം. രണ്ടാമത്തത്, തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നത്. എനിക്ക് ഞാൻ മതി എന്നൊരു ചിന്ത ഇവർക്കുണ്ടാവാറുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായം, താല്പര്യം, ഇഷ്ടം, ആഗ്രഹം, അഭിരുചി ഇതൊക്കെ പരിഗണിക്കുന്നവരാണോ നാം? മൂന്നാമത്തേത്, മറ്റുള്ളവരെ പുച്ഛിക്കുന്ന കാര്യം. മനസ്സിലെങ്കിലും അവരെക്കാൾ ഭേദം ഞാനാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? അവർക്ക് സ്നേഹം, ബഹുമാനം, ആദരവൊക്കെ ഇത്രയും മതി എന്ന് തോന്നിയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ചുങ്കക്കാരൻ്റെയും പാപിയുടെയും ഉപമ നമുക്ക് വേണ്ടി കൂടെ പറയപ്പെട്ടതാണ്. നമുക്ക് ധ്യാനിക്കാം. ജീവിതയിടങ്ങളിൽ മറ്റുള്ളവരെ പുച്ഛിക്കാതെ, തങ്ങളിൽ മാത്രം ആശ്രയിക്കുന്നവരാവാതെ, ഞാൻ നീതീകരിക്കപ്പെട്ടവനാണെന്ന ബോധമുള്ള ഇടങ്ങളെയൊക്കെ ഒന്ന് മനസ്താപത്തോടുകൂടി കണ്ടുകൊണ്ട് ദൈവത്തോട് നമുക്ക് മാപ്പ് അപേക്ഷിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.